ഇന്ത്യൻ ഫുട്ബോൾ ലോകകപ്പ് കളിക്കുമോ എന്ന ചർച്ചകൾ പതിവാണ്. ദേശീയ ടീം തോറ്റാൽ വിമർശനവും ജയിച്ചാൽ പ്രതീക്ഷകളും ഉയരും. എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്കായി വർഷങ്ങളായി നിശബ്ദമായി പോരാടുന്ന ഒരു വ്യക്തിയുണ്ട്. സിനിമാ സൂപ്പർ താരമായിട്ടും ഫുട്ബോളിനോടുള്ള പ്രണയം ഒരിക്കലും കൈവിടാത്ത ജോൺ എബ്രഹാം. ഒരു കാലത്ത് ഇന്ത്യക്കായി ഫുട്ബോൾ കളിക്കണമെന്നായിരുന്നു ജോൺ എബ്രഹാമിന്റെ വലിയ സ്വപ്നം. എന്നാൽ ജീവിതം കൊണ്ടെത്തിച്ചത് സിനിമയുടെ ലോകത്തേക്ക്. ബോളിവുഡിൽ സൂപ്പർ താരമായി മാറിയിട്ടും ഫുട്ബോളിനോടുള്ള ആ ഇഷ്ടം ഒരിക്കലും അവസാനിച്ചില്ല. പല സെലിബ്രിറ്റികളും കായിക രംഗത്ത് നിക്ഷേപിക്കുന്നത് ബിസിനസ് സാധ്യതകൾ കണ്ടാണ്. പക്ഷേ ജോൺ എബ്രഹാം തെരഞ്ഞെടുത്തത് മറ്റൊരു വഴിയായിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ വടക്കിഴക്കൻ ഇന്ത്യക്ക് സ്വന്തമായി ഒരു വേദി ഒരുക്കുക. 2014 ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിച്ചപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യുടെ സഹ ഉടമയായി ജോൺ എത്തി. അസം മുതൽ മിസോറാം വരെയും മണിപ്പൂർ മുതൽ നാഗാലാൻഡ് വരെയും 8 സംസ്ഥാനങ്ങളുടെ ഫുട്ബോൾ വികാരങ്ങളെ ഒരുമിച്ച് ചേർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യ വർഷങ്ങളിൽ തുടർച്ചയായ നിരാശകൾ, പ്ലേ ഓഫിന് പുറത്തുള്ള സീസണുകൾ, ആരാധകരുടെ വിമർശനങ്ങൾ, ടീമിന്റെ പ്രകടനത്തെ ചോദ്യം ചെയ്ത ശബ്ദങ്ങൾ, പലരും പിന്മാറുമെന്ന് കരുതിയ നിമിഷങ്ങൾ. എന്നാൽ ജോൺ എബ്രഹാം കൈവിട്ടില്ല. ഫുട്ബോൾ ഒരു ബിസിനസ് അല്ലെന്നും ഉത്തരവാദിത്വമാണെന്നും വിശ്വസിച്ചു. ടീമിന്റെ വളർച്ചയ്ക്കും യുവതാരങ്ങളുടെ വികസനത്തിനും ക്ലബിന്റെ ഭാവിക്കും വേണ്ടി തുടർച്ചയായി പ്രവർത്തിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ 2024 സ്വപ്ന നേട്ടമെത്തി. ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കമേറിയ ടൂർണമെന്റായ ഡ്യൂറൻ കപ്പിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യമായി കിരീടം ചൂടി. അത് വെറും ഒരു ട്രോഫി മാത്രമായിരുന്നില്ല, ഒരു ദശാബ്ദ കാലത്തിന്റെ വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും പ്രതിഫലമായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ 2025 ക്ലബ്ബ് വീണ്ടും ഡ്യൂറൻ കപ്പ് ഉയർത്തി. 3 പതിറ്റാണ്ടിലേറെയായി ആരും നേടാത്ത കിരീട പ്രതിരോധം സാധ്യമാക്കി. ഇന്ത്യൻ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പേര് കൂടുതൽ ശക്തമായി പതിഞ്ഞു. പക്ഷേ ജോൺ എബ്രഹാമിന്റെ ഏറ്റവും വലിയ നേട്ടം ട്രോഫികളല്ല, വടക്കിഴക്കൻ ഇന്ത്യയിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ നൽകിയ ധൈര്യമാണ്. ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടില്ലെന്ന് കരുതിയിരുന്ന ഒരു പ്രദേശത്തിന് സ്വന്തമായി ഒരു ഐഡന്റിറ്റി നൽകിയതാണ്. ചിലർ ചരിത്രം സൃഷ്ടിക്കുന്നത് കളത്തിലിറങ്ങിക്കൊണ്ടാകാം, മറ്റു ചിലർ ചരിത്രം സൃഷ്ടിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.